കേരളത്തിലെ തെരഞ്ഞെടുപ്പ് യുദ്ധം കഴിഞ്ഞു. ഇറാൻ അവിടെ വീണ്ടും യുദ്ധം ആരംഭിച്ചു. നമ്മളായിട്ട് ലൈവ് ചെയ്ത സമയത്ത് കുറേ UAE ഫുജൈറയിലും അബുദാബിയിലൊക്കെ അലേർട്ട് വന്നതായിട്ടുള്ള കുറേ ആൾക്കാർ ലൈവിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താ ഇപ്പം പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഫുജൈറ പോർട്ടിലോട്ടാണ് ഇറാൻ്റെ മിസൈൽ ആക്രമണം ഇപ്പം നടന്നിട്ടുള്ളത്. 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മിസൈൽ ഡയറക്റ്റായിട്ട് പോർട്ടിൽ പതിക്കുകയാണ് ഉണ്ടായത് എന്നുള്ള ന്യൂസുകളാണ് പുറത്തോട്ട് വരുന്നത്. അപ്പം ഇറാൻ എന്തുകൊണ്ട് അങ്ങോട്ട് ആക്രമിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു യുദ്ധം നടക്കാത്തൊരു സമയത്ത് എന്തുകൊണ്ട് ഇറാൻ ആക്രമിച്ചു എന്നാണ് കുറേ ആളുകൾ ചോദിച്ചത്. എന്തുകൊണ്ടാണ് ഇറാൻ യുദ്ധം സ്റ്റാർട്ട് ചെയ്തതെന്ന്. ഇത് ഇറാൻ ഒരു യുദ്ധം വെറുതെ അങ്ങ് തുടങ്ങിയതല്ല. കാരണം അമേരിക്ക ഹോർമോസ് സ്ട്രൈറ്റിൽ എത്രത്തോളം എന്താ പറയുക കപ്പലുകളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഉപരോധങ്ങൾ ഒരുപാട് കൊണ്ടുവരുന്നുണ്ട്. ഇറാൻ്റെ കപ്പലുകൾ അതിലൂടെ സിമ്പിളായി ചിന്തിച്ചാൽ ഇറാൻ്റെ കപ്പലുകളെ അതിലൂടെ തുറന്നു വിടാത്തൊരവസ്ഥ ഉണ്ട്. അതായത് ഇറാൻ്റെ എണ്ണ സംഭരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതവർക്ക് പുറത്തോട്ട് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ സംഭരിച്ച് വെക്കാനുള്ള ഒരു ശേഷിയില്ലാത്ത അവസ്ഥയിലോട്ട് ഇറാൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടക്കാണ് ഫുജൈറയിലുള്ള ഈ ഒരു സ്ഥലത്തോട്ടുള്ള ആക്രമണം. ഫുജൈറയിലെ ഈ ഒരു പോർട്ട് ത്രൂ ആണ് ഒരു വലിയ രീതിയിലുള്ള എണ്ണ വ്യാപാരം, എണ്ണയുടെ കടത്ത് ലോജിസ്റ്റിക്സ് നടക്കുന്ന ഒരു പോർട്ടാണിത്. ഈ പോർട്ടിന് ചില പ്രാധാന്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇറാൻ അങ്ങോട്ട് ആക്രമിച്ചത്? അതായത് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ കംപ്ലീറ്റ്ലി അമേരിക്ക ബ്ലോക്ക് ചെയ്ത് ഇറാൻ്റെ ഈ സംഭരണം മൊത്തം സ്റ്റോപ്പ് ചെയ്തൊരവസ്ഥയിൽ ഈ ഫുജൈറയിലുള്ള ഈ ഒരു പോർട്ട് ഒമാൻ കടലിടുക്കിലാണ് ഇതുള്ളത്. അതായത് ഒമാൻ ഉൾക്കടലിലാണ് ഫുജൈറ പോർട്ട് നിലനിൽക്കുന്നത്. ആഗോള എണ്ണ വിപണിയിലെ ഒരു തുറമുഖം മാത്രമല്ല, ഇതൊരു സുരക്ഷാ വാൽവ് കൂടാണ്. അത് ഹോർമോസ് ക്ലോസ് ചെയ്താലും ഹോർമോസ് അല്ലാണ്ട് പോകാനുള്ള ഒരു വഴിയാണ് ഒമാൻ ഉൾക്കടൽ ത്രൂ ഈ ഒരു സ്ഥലമുള്ളത്. അപ്പോൾ അവിടുത്തെ പോർട്ടാണ് ഫുജൈറ പോർട്ട്. അപ്പം ഹോർമോസ് കടലിടുക്കിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകാതെ തന്നെ എണ്ണ കയറ്റുമതി ചെയ്യാൻ സാധിക്കും. UAEക്ക് സാധിക്കുന്ന ഏക ഒരു സുപ്രധാന തുറമുഖമാണ് പോർട്ട്. അപ്പം ഈ ഒരു യുദ്ധത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ UAE ഏത് രീതിയിലാണ് അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും സപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ന്യൂസ് ചെയ്തിട്ടുണ്ട് മറ്റുള്ള സോഴ്സിൽ നിന്ന്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു ന്യൂസ് വന്നിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് ഇറാൻ ആക്രമിക്കാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും വിമാനങ്ങൾക്ക് പുറമെ എമറാത്തി വിമാനങ്ങളാണെന്നാണ് പറഞ്ഞിരുന്നത്. അതായത് UAEയുടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ഇറാനിൽ കൊണ്ട് ഇവന്മാർ ബോംബ് ഇട്ടത് എന്ന് ഇറാൻ്റെ സുപ്രീം ലീഡർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് UAEയിൽ കറുത്ത രാത്രികളാണെന്നാണ് നമ്മൾ മെനഞ്ഞാന്ന് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതെങ്ങനെ UAEയിലോട്ട് കറുത്ത രാത്രികളാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2 ദിവസം മുമ്പാണ് UAE ഇസ്രായേലുമായിട്ട് പുതിയ കരാറ് ഉണ്ടാക്കി അയൺ ഡോമും അയൺ ബീമും എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ? UAEയിൽ. UAEക്ക് അറിയാം, UAE ആണ് ഇസ്രായേലിൻ്റെ കൂടെ കൂടിയല്ല അമേരിക്കയുടെ കൂടെ കൂടി ഏറ്റവും കൂടുതൽ ഇറാനെ ആക്രമിക്കാൻ സഹായിച്ചിട്ടുള്ള പോർട്ടുകളും അതുപോലെ തന്നെ ബേസുകളും, കൂട്ടത്തിൽ UAEയുടെ സ്വന്തം വിമാനങ്ങളും, പട്ടാളക്കാർ വരെ ഇസ്രായേലിൻ്റെ കൂടെ കൂടിയിട്ട് ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അപ്പോൾ തന്നെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങൾ അടിച്ച സ്ഥിതിക്ക് ഞങ്ങൾ തിരിച്ച് എന്താ പറയുക, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് UAEയിൽ കറുത്ത രാത്രികളായിരിക്കും എന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. കറുത്ത രാത്രികളല്ല, കറുത്ത ദിനങ്ങളായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ പടിയായിട്ട് നമ്മൾ കണ്ടാൽ മതി. UAEക്ക് ഈ ഒമാൻ ഉൾക്കടൽ ത്രൂ, ഈ പോർട്ട് ത്രൂ എണ്ണ തള്ളാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇറാൻ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ, ഇറാനെ ഈ ഒരു അവസ്ഥയിലാക്കിയിട്ടുള്ള അമേരിക്കയും ഇസ്രായേലും കൂട്ടത്തിൽ UAE നിൽക്കുമ്പോൾ ഇറാൻ്റെ യുദ്ധം വളരെ ക്ലിയർ ആണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് അടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കടലിടുക്കിൻ്റെ ഉള്ളിലുള്ള ഫുജൈറ പോർട്ടിലോട്ട് അടി വന്നിട്ടുള്ളത്. 3 ഇന്ത്യക്കാർക്ക് സാരമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. വേറെ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. നല്ല രീതിയിലുള്ള പുക അവിടുന്ന് വരുന്നുണ്ട്. ഏകദേശം 8 മണി മുതൽ ഒരു 9-9:30 വരെയൊക്കെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ അലേർട്ട് വന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് അബുദാബിയിലെ ഷഹബാൻ എണ്ണപ്പാടങ്ങളിൽ നിന്നും ഏകദേശം 360 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൈപ്പ് ലൈൻ ഉണ്ട് ഫുജൈറയിലെ ഈ ഒരു സ്ഥലത്തോട്ട്. അതായത് പ്രതിദിനം ഏകദേശം 15 ലക്ഷം ബാരലിലധികം എണ്ണ ഇതിലൂടെ കടത്തിവിടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ലോകത്തിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ സംഭരണ കേന്ദ്രമാണ് ഈ ഒരു സംഭരണ കേന്ദ്രം. സിംഗപ്പൂർ കഴിഞ്ഞാൽ എണ്ണ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനും എണ്ണ ശേഖരിക്കാനുമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫുജൈറ. തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമോസ് കടലിടുക്ക് പുറത്താണെങ്കിലും ഒരു യുദ്ധ സാഹചര്യത്തിൽ ഫുജൈറ ലക്ഷ്യം വെക്കുന്നത് ആഗോള എണ്ണ വിതരണത്തെ തകർക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് എന്നുകൂടെ ഇറാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. 2019 ഫുജൈറ തീരത്തുള്ള കപ്പലുകൾക്ക് നേരെ ഉണ്ടായുള്ള ആക്രമണങ്ങളും ഇതിന് ഉദാഹരണമാണ്. അന്നും ഒരു ആക്രമണം ഉണ്ടായി. 2019 ഒരു ആക്രമണം ഉണ്ടായിരുന്നു. അന്നും ഫുജൈറയിലോട്ട് ഈ സ്ഥലത്തോട്ടായിരുന്നു ഇറാൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇറാൻ്റെ യുദ്ധ നയങ്ങൾ വ്യക്തമാണ്. അതായത് ഇറാനെ നയതന്ത്രപരമായിട്ടും ഈ സാങ്ഷൻസ് കൊണ്ടുവന്നിട്ടും, അതായത് ഉപരോധങ്ങൾ കൊണ്ടുവന്നിട്ടും എല്ലാം കൊണ്ടും, അല്ലെങ്കിൽ സൈനികപരമായിട്ടും അടിച്ചുകൊണ്ടിരിക്കുമ്പം ആ അടിക്കാൻ സഹായിക്കുന്ന രാജ്യങ്ങളും അല്ലെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വന്ന് അതിനുള്ള സഹായങ്ങൾ ഒരുക്കുക, കൂട്ടത്തിൽ ഞങ്ങൾ അവരുടെ തന്നെ എല്ലാം ഒഴിഞ്ഞിട്ടെടുക്കുക, ഇങ്ങനെ വെച്ച് കൊടുക്കുക, നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തോ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് UAE. അപ്പോൾ ആ UAE ഇത്രയും 15 ലക്ഷം
ബാരലിലധികം എണ്ണ അതിലൂടെ ഈ പൈപ്പ് ലൈൻ ത്രൂ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൂടെ ഇനി കൊണ്ടുപോകണ്ട എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ടാണ് ഇറാൻ അങ്ങോട്ട് ആക്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആക്രമിച്ച് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. വെറുതെ ഇറാൻ ആക്രമിച്ചതല്ല, അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയും കൂടെ നിന്ന് ഞങ്ങൾക്കിട്ട് പണിയുമ്പോൾ തിരിച്ച് ഇറാൻ പണി കൊടുക്കുന്ന ഒരവസ്ഥ. പിന്നെ അത് മാത്രമല്ല, ഇതിൽ പറയാനുള്ളത് ഫുജൈറ എന്ന് പറയുന്നത് ഒരു സാധാരണ ലക്ഷ്യം മാത്രമല്ല, യുടെ മറ്റ് സ്ഥലങ്ങളിലോട്ടുള്ള ആക്രമണങ്ങൾക്കും ചാൻസസ് ഹൈ ആണ് എന്നാണ് പറയുന്നത്. ഇനി അതായത് യുദ്ധം വീണ്ടും പുനരാരംഭിക്കും എന്നുള്ള രീതിയിലുള്ളത്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് IDF സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, IDF പറഞ്ഞിട്ടുള്ളത് ഞങ്ങളിത് ആക്രമിക്കാൻ പോവുകയാണ്, എത്രയും പെട്ടെന്ന് ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടുന്ന് അമേരിക്കക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരണം. തന്നിട്ടില്ലെങ്കിൽ IDF പുതിയൊരു വലിയൊരു യുദ്ധത്തിലോട്ട് കിടക്കാൻ പോവുകയാണ്. കാരണം എല്ലാ സാധനങ്ങളും നിറച്ച് ഫില്ലാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇനിയിപ്പോൾ ധൈര്യമായിട്ട് കയറാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു വാർത്ത ഇതിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട്. ഇത് വന്ന സമയത്ത് തന്നെ പെട്രോളിൻ്റെ, അതായത് ക്രൂഡ് ഓയിലിൻ്റെ ബാരലിൻ്റെ വില ഏകദേശം $119 ഒറ്റയടിക്ക് കുതിച്ചു ഉയർന്നിട്ടുണ്ട്. ഈ കുറഞ്ഞൊരു സമയം കൊണ്ട് തന്നെ കുതിച്ചു ഉയർന്നിട്ടുണ്ട്. അപ്പം ഇറാൻ ഏത് രീതിയിലാണ് തന്ത്രപ്രധാനമായിട്ട് ഇറാൻ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. കറക്റ്റാണ് ഇറാൻ ചിന്തിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, ദുബായിലോട്ടും അതുപോലെ തന്നെ അബുദാബിയിലോട്ടുമുള്ള പല ഫ്ലൈറ്റുകളും താൽക്കാലികമായിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ട്. പല വന്ന ഫ്ലൈറ്റുകൾ തിരിച്ചു വിട്ടിട്ടുണ്ട്. കുറച്ച് സമയത്തേക്ക്, എനിക്ക് റീഓപ്പൺ ആയോ എന്നറിയില്ല, കുറച്ച് സമയത്തേക്ക് മിസൈൽ ആക്രമണം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തോട്ട് അങ്ങോട്ടുള്ള എന്താ പറയുക ആകാശമാർഗത്തിലൂടെയുള്ള യാത്രകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നിട്ടുണ്ട്. പിന്നെ ഫൈറ്റ് ഓവർ ദുബായ് ഹാവ് ബീൻ ഹേറ്റഡ് ഡ്യൂ ടു മിസൈൽ അറ്റാക്ക്. അത് മാത്രമല്ല, പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ള വേറെ കാര്യം, അപ്പോൾ അവിടെയുള്ള കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഒരാൾ കോൾ ചെയ്തു, കുറേ പേര് കമൻറ്റ് ഇട്ടു, അതൊന്ന് നോക്കണം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് മെയിനായിട്ട്, ഇതാണ് ഇറാൻ്റെ ഉദ്ദേശം. എന്തുകൊണ്ട് ഫുജൈറ പോർട്ടിലോട്ട് പെട്ടെന്നുള്ളൊരു അടി എന്നാൽ, അതായത് വിത്തിൻ 1 or 2 days നിങ്ങൾ കണ്ടോ ഇസ്രായേലും അമേരിക്കയും ആക്രമിക്കാൻ നിൽക്കുകയാണ്. ഇറാനെ തിരിച്ചാക്രമിക്കാനുള്ള എല്ലാ ചാൻസസും വളരെ ഹൈ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർ 2-3 പ്രാവശ്യങ്ങളായിട്ട് ഇപ്പോൾ എടുത്ത് അതായത് അമേരിക്ക പറഞ്ഞിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ ട്രംപ് വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും, ഇസ്രായേൽ കുറഞ്ഞ സമയത്തിൻ്റെ ഇടയ്ക്ക് പല പ്രാവശ്യങ്ങളായിട്ട് പറയുന്നുണ്ട് അടിക്കണം, ഞങ്ങൾ അടിക്കാൻ പോകുന്നത്, ഞങ്ങൾക്കിപ്പം ഇറാനെ തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്നുള്ളൊരു ആക്രമണം ഇറാൻ തന്നെ ഇനിഷ്യേറ്റ് ചെയ്തത് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുമാത്രമല്ല, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൽ ഒരു കപ്പലിൽ ഭയങ്കരമായിട്ടുള്ള തീപിടുത്തത്തിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. A video circulating footage of one of the ship that was targeted after approaching the Strait of Hormuz and did not respond to the Iranian, അതായത് ഇറാനിയൻ നേവി ആണോ അത് ചെയ്തത് അല്ലെങ്കിൽ അമേരിക്കൻ ഇതാണോ, അതിനെപ്പറ്റി റെസ്പോൺസും കാര്യങ്ങളും വന്നിട്ടില്ല. കപ്പലിൽ നിന്ന് കത്തുന്നതിൻ്റെ ചെറിയ ക്ലിപ്പുകളാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം, അതിൻ്റെ വാർത്തകൾ വരുമ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും പുറത്തോട്ട് വിടാം. അതേസമയത്ത് തന്നെ CNN ഒരു ക്ലെയിം വരുന്നുണ്ട്, അതായത് എമിറാത്തി സോഴ്സ് എന്ന് വന്നതാണ്, വി എക്സ്പെക്ട് ആൻ അമേരിക്കൻ ഓർ ഇസ്രായേലി അറ്റാക്ക് ഓൺ ഇറാൻ വിത്തിൻ 24 hours, അതായത് 24 മണിക്കൂറിനിടയ്ക്ക് തന്നെ ഇറാൻ ആക്രമിക്കാനുള്ള ഒരു ചാൻസസ് വളരെ ഹൈ ആണെന്നാണ് എമിറാത്തി സോഴ്സ് എന്ന് ഇപ്പോൾ CNN റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം യുദ്ധം ഏത് രീതിയിലാണ് പുനരാരംഭിക്കാൻ പോകുന്നത് നമ്മൾ ചിന്തിച്ചാൽ മതി. ഒരു ഹൈ ടെൻഷനിലോട്ട് മാറാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഇതേ സമയത്ത് തന്നെ ഇറാനിയൻ ടെലിവിഷൻ പറഞ്ഞിട്ടുണ്ട്, ഹൈ റാങ്കിങ് മിലിറ്ററി ഒഫീഷ്യലാണ് പറഞ്ഞത്, ഇറാൻ ഡിഡ് നോട്ട് ഹാവ് എ പ്ലാൻ ടു ടാർഗറ്റ് ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അതായത് UAE ആക്രമിക്കാനുള്ള പ്ലാൻ ഞങ്ങൾക്കില്ല, പക്ഷേ ഞങ്ങളെ ഈ പറഞ്ഞതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ എന്താ പറയുക ഈ സാമ്പത്തിക റിസോഴ്സസും കാര്യങ്ങളൊക്കെ അമേരിക്ക സ്റ്റോപ്പ് ചെയ്യുമ്പം, അതും ഇസ്രായേലിൻ്റെയും അമേരിക്കയും UAE സപ്പോർട്ടോടുകൂടി ചെയ്യുമ്പം തിരിച്ചാക്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം UAE ഇത്തരത്തിലുള്ള ഒരു അറ്റാക്കിനിപ്പം അവർ സാക്ഷിയായിട്ട് മാറിയിട്ടുള്ളത്. ഈ ഒരു ആക്രമണം നടന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഇന്ന് രാത്രി ഇനിയിപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇറാനിലോട്ടുള്ള തിരിച്ചുള്ള ആക്രമണം, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇവർ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. സീസ് ഫയർ ആയിരുന്നു ഇത്രയും ദിവസം ഈ പറഞ്ഞ രാജ്യങ്ങളിലും വലിയ സ്ഥലങ്ങളിലൊക്കെ സമാധാനത്തിൽ ആളുകൾ തൽക്കാലം നിന്നിരുന്നു, യുദ്ധമൊക്കെ നിൽക്കും എന്നുള്ള രീതിയിൽ. പക്ഷേ തിരിച്ച് ഇറാൻ്റെ സൈഡിൽ നിന്ന് ഈ ആക്രമണം ഉണ്ടെങ്കിൽ അത് ഇറാൻ കാണാതൊന്നും ചെയ്യില്ല. അതായത് മുൻകൂട്ടി ഇറാന് പലതും മറഞ്ഞിട്ടും അല്ലെങ്കിൽ അവർക്ക് ഏറ്റ അനുഭവങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും അവർ തിരിച്ചടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം. ഏതായാലും എല്ലാവരും ടെൻഷനിൽ തന്നെ ആയിരിക്കും. കൂടുതൽ ആളുകൾ, പ്രവാസികളും അവിടെയുള്ള ആളുകളൊക്കെ ഒന്ന് കരുതിയൊക്കെ ഇരുന്നുള്ള കൂടുതൽ അമേരിക്കൻ പ്രൊഡക്റ്റുകളിലോട്ടും, അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റുകളിലോട്ടും, അമേരിക്കൻ കമ്പനികളിലോട്ടും, പറഞ്ഞ പോർട്ടുകളിലോട്ടും, താവളത്തോട്ടൊക്കെയുള്ള ആക്രമണം, ഇറാൻ്റെ സൈഡിൽ നിന്ന് ആക്രമണങ്ങൾക്ക് ചാൻസസ് വളരെ ഹൈ ആണ്. ഇത് പിടിച്ച് ഇതൊരു യുദ്ധം, ഒരു മഹായുദ്ധമായി മാറുകയാണെങ്കിൽ. അപ്പോൾ വേറെ ഏതെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ബൈ.